ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനെറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ കോഫ്തയാണ്. ചിക്കൻ കോഫ്ത പല രീതിയിലും തയ്യാറാക്കാറുണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് ചിക്കൻ കോഫ്ത കറിയാണ്. അപ്പോൾ നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ കോഫ്തയിലേക്ക് ആവശ്യമായ സവാള വറുത്തെടുക്കാം. ഇനി ബോൺലെസ് ചിക്കൻ മിക്സിയിൽ അരച്ചെടുത്തത്. ഞാനിവിടെ 400 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, അതേപോലെ 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ആദ്യമേ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച സവാള പൊടിച്ചു ചേർക്കാം. അതിനുശേഷം 1/2 കപ്പ് ബ്രെഡ് ക്രംസും ചേർക്കുക. ഇനി കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി കയ്യിൽ ഒരൽപ്പം ഓയിൽ പുരട്ടി ഇത് ഉരുളകളാക്കി എടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് ഇത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കോഫ്തയ്ക്ക് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കുന്നതിനായി ചിക്കൻ വറുത്തെടുത്ത ഇതേ ഓയിലിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റുക. ഇനി 2 സവാള നീളത്തിൽ അരിഞ്ഞതും 1 പച്ചമുളകും ചേർത്ത് ഇത് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് ഇത് നന്നായി വേവിച്ചെടുക്കുക. ഇനി ഇതിന്റെ ചൂടൊന്ന് ആറിയതിനു ശേഷം അരച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് 3 ഏലക്ക, 2 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം കറുവപ്പട്ടയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളിയും സവാളയും അരച്ചെടുത്തത് ചേർത്ത് ഒരു 5 മിനിറ്റ് ചെറുതീയിൽ വെച്ച് നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി 1.25 കപ്പ് ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കുക. അപ്പോൾ ഇത് തിളച്ചു വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് ചിക്കൻ നന്നായി വെന്ത് ഗ്രേവി ഒന്ന് കുറുകി വരുന്നത് വരെ ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കോഫ്ത കറി റെഡി. ഇത് ചെറു ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.